ഇതുപോലെ ഒരു ബൗളിലേക്ക് അര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം അത് തുറന്ന് അതിലേക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ നിറയെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബട്ടറോ ചീസോ ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു തവ വെച്ച് അതിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തൂകിയ ശേഷം നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ സവോളയും തക്കാളിയുമാണ് ഞാൻ അരിഞ്ഞിടുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞിടാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പം ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തിരിച്ചിടുകയായിരിക്കും എളുപ്പം. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ട ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഈ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിയിൽ വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സിൻ്റെ